അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, രോഗവും പരീക്ഷണങ്ങളുമൊക്കെ അങ്ങേറ്റം പ്രയാസം തന്നെയാണ് ഏതൊരാൾക്കും. വലിയ നിരാശയാണ് അത് പലർക്കും സമ്മാനിക്കുന്നതും. എന്നാൽ ഒരു സത്യവിശ്വാസിയായ രോഗിക്ക് റബ്ബ് നൽകുന്ന വലിയ പരിഗണന രോഗം ഒരു അനുഗ്രഹമാണെന്ന വസ്തുതയിലേക്കും വലിയ ആശ്വാസത്തിലേക്കും പ്രതീക്ഷയിലേക്കുമാണ് ഒരു വിശ്വാസിയെ നയിക്കുക. ഒരു രോഗിയായ ആൾക്ക് ഒരു വിശ്വാസിക്ക് റബ്ബ് നൽകുന്ന പ്രധാനപ്പെട്ട 3 പരിഗണനകളെ, മഹത്തായ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. മഹാനായ അൻസ്വാരി സഹാബി ഷദ്ദാദ് ബിൻ ഔസ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായിട്ട് ഇങ്ങനെ അറിയിച്ചിരിക്കുന്നു: ഇന്നി ഇദ തുലീതു അബ്ദ മിൻ ഇബാദി മുഅ്മിനൻ ഫഹമിദനി അല തുലീതുഹു ഫഇന്നഹു യഖൂമു മിൻ മൽജഇഹി ദാലിക കയൗമി വലദതുഹു ഉമ്മുഹു മിനൽ ഖതായ. തീർച്ചയായും ഞാൻ എൻ്റെ മുഅ്മിനായ ഒരു അടിമയെ പരീക്ഷിക്കുകയും അതിൻ്റെ പേരിൽ അവൻ എന്നെ സ്തുതിക്കുകയും ചെയ്താൽ തീർച്ചയായും അവൻ ആ കിടപ്പുസ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് അവനെ അവൻ്റെ മാതാവ് പ്രസവിച്ചപ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെ തെറ്റുകുറ്റങ്ങളില്ലാത്തവനായിട്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഇങ്ങനെ പറയുമെന്ന് കൂടി ആ ഹദീസിൽ കാണാം: തീർച്ചയായും ഞാൻ എൻ്റെ അടിമയെ രോഗത്താൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അവനെ പരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ മലക്കുകളെ, നിങ്ങൾ അവന് ആരോഗ്യവാനായിരിക്കെ അവൻ്റെ കർമ്മങ്ങൾക്ക് എത്രമാത്രം പ്രതിഫലം രേഖപ്പെടുത്തിയിരുന്നുവോ അതുപോലെ ഈ രോഗാവസ്ഥയിലും അവന് വേണ്ടി രേഖപ്പെടുത്തുക. 2 വൻ പരിഗണനകളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മെ അറിയിക്കുന്നത്. ഒന്ന് പാപമോചനമാണ്, അങ്ങനെ പൂർണ്ണമായ ശുദ്ധീകരണവും. രണ്ടാമത്തത് ചെയ്യാത്ത കർമ്മങ്ങൾക്കും പൂർണ്ണ രൂപത്തിൽ ചെയ്യാൻ സാധിക്കാത്തവയ്ക്കുമൊക്കെ പൂർണ്ണമായ പ്രതിഫലം നൽകുമെന്നതുമാണ്. ഇവയുമായി ബന്ധപ്പെട്ട് അനവധി വചനങ്ങൾ വേറെയും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നമുക്ക് കാണാവുന്നതാണ്. സ്വഹീഹ് ബുഖാരിയിൽ കാലിൽ മുള്ളു തറക്കുന്നത് പോലും പാപങ്ങൾ പുറത്തു കിട്ടുമെന്ന് പറഞ്ഞ ഹദീസ് നമുക്കറിയാം. മരങ്ങൾ ഇല പൊഴിക്കുന്ന പോലെ പാപങ്ങൾ പൊഴിഞ്ഞു പോകുമെന്നും മറ്റൊരു ഹദീസിലുണ്ട്. പ്രസിദ്ധ സ്വഹാബി വനിത ഉമ്മുൽ അല റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്: തീയിൽ ഉരുക്കുന്നത് മൂലം സ്വർണ്ണത്തിലെയും വെള്ളിയിലെയും അഴുക്ക് നീങ്ങിപ്പോകുന്ന പോലെ രോഗം ഒരു മുസ്ലിമിന്റെ തെറ്റുകുറ്റങ്ങളെ നീക്കിക്കളയുമെന്ന്. രോഗിയായി മരണപ്പെട്ടാൽ അവന് പൂർണ്ണ പാപമോചനം ലഭിക്കുമെന്നും റബ്ബ് അവനോട് കരുണ ചെയ്യുമെന്നും ഇനി രോഗം സുഖപ്പെട്ടാൽ പാപശുദ്ധീകരണത്തോടെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടും നാം വായിക്കുന്നു. ഇനി സ്വഹീഹ് ബുഖാരിയിൽ വന്ന മറ്റൊരു പ്രസിദ്ധമായ ഹദീസ് ഇങ്ങനെയാണ്: ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖിമൻ സ്വഹീഹൻ. ഒരു അടിമ രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ ആരോഗ്യവാനായി നാട്ടിൽ താമസിക്കുന്നവനായിരിക്കെ ചെയ്ത കർമ്മങ്ങളുടെ അതേ പ്രതിഫലം അവന് രേഖപ്പെടുത്തി കൊടുക്കും. അഥവാ രോഗം മൂലം ചെയ്യാനാവാത്ത സൽക്കർമ്മങ്ങളെക്കുറിച്ച് ഒരിക്കലും രോഗി നിരാശനാവേണ്ടതില്ല. ഒരു മുഅ്മിന് ഒരു നിരാശയും ആവശ്യമില്ല, റബ്ബ് പരിഗണിക്കുമെന്ന് അർത്ഥം. മറ്റൊരു വചനത്തിന്റെ ആശയം ഇങ്ങനെയാണ്: ഒരു മുസ്ലിമായ വ്യക്തിയെ അവന്റെ ശരീരത്തിൽ രോഗമോ വേദനയോ നൽകി റബ്ബ് പരീക്ഷിച്ചാൽ അല്ലാഹു മലക്കിനോട് ഇങ്ങനെ പറയും: ഉക്തുബുലഹു സ്വാലിഹ അമലിഹി അല്ലദീ കാന യഅമലുഹു. ഇദ്ദേഹം മുമ്പ് ആരോഗ്യവാനായിരിക്കെ ചെയ്ത സൽക്കർമ്മങ്ങൾക്കുള്ള അതേ പ്രതിഫലം ഈ അവസ്ഥയിലും രേഖപ്പെടുത്തി കൊടുക്കുക. ഇനി മൂന്നാമതൊരു പരിഗണന ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മെ അറിയിക്കുന്നുണ്ട്: നിശ്ചയമായും ഒരാൾ റബ്ബിന്റെ അടുക്കൽ വലിയൊരു സ്ഥാനം ലഭിക്കേണ്ടവനാണെങ്കിലും കർമ്മങ്ങൾ കൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്തിപ്പെടാനാവാത്ത ഒരു അവസ്ഥ വരുമ്പോൾ റബ്ബ് അവന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളിൽ പരീക്ഷിക്കുകയും അങ്ങനെ അവൻ ആ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും. സിൽസിലത്ത് സ്വഹീഹയിലും സ്വഹീഹ് തർഗീബിലുമൊക്കെ ഈ ഹദീസ് നമുക്ക് വായിക്കാം. അതായത് ചില കഠിന രോഗങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ വലിയൊരു സ്ഥാനം റബ്ബിങ്കൽ ലഭിക്കാനുള്ള കാരണമായിട്ടാണ് റബ്ബ് പരിഗണിക്കുന്നത് എന്ന്. ചില രോഗങ്ങൾ മുഖേനയുള്ള മരണം രക്തസാക്ഷിയുടെ പദവി ലഭിക്കുന്നതാണെന്ന നിബിവചനവും ഇതിനോട് നാം ചേർത്ത് വായിക്കുക. പ്രിയമുള്ളവരെ, രോഗത്തിൽ ക്ഷമ കാണിച്ച് സൽവിചാരത്തോടെ ഇരുന്ന് റബ്ബിനെ സ്തുതിക്കുമ്പോൾ തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നതും ചെയ്യാത്ത അമലുകൾക്ക് കൂടി പ്രതിഫലം രേഖപ്പെടുത്തുമെന്നതും റബ്ബിന്റെ ഇഷ്ടപ്പെട്ടവനായി വലിയ സ്ഥാനത്ത് നാളെ എത്താമെന്നതുമൊക്കെയാണ് ഇവിടെ നാം തിരിച്ചറിയുന്നത്. അതിനാൽ നിരാശനാവാതെ വന്ന വിപത്തിൽ ക്ഷമയുള്ളവനായി പ്രതിഫലം ആഗ്രഹിച്ച് ശിഫ ലഭിക്കാൻ ശ്രമിച്ചും പ്രാർത്ഥിച്ചും ഒപ്പം റബ്ബിനെ സ്തുതിച്ചും മുന്നോട്ട് പോകാൻ രോഗികൾക്കാകണം. അങ്ങനെ ഏതൊരു രോഗത്തെയും അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.